ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ നമ്മുടെ നിലമ്പൂർ ഷോറൂമിൽ. ബജറ്റിനൊത്ത മികച്ച കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കൂ. നിലമ്പൂർ ടൗണിന് സമീപം സ്വകാര്യ സ്ഥലത്ത് ചിതറിക്കിടന്ന മാലിന്യങ്ങൾ നഗരസഭ ശേഖരിച്ച് മാലിന്യ കൂമ്പാരമാക്കി മാറ്റി. ദുർഗന്ധം സഹിക്കാനാവാതെ യാത്രക്കാരും വ്യാപാരികളും പൊറുതിമുട്ടുന്നു. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്ത് നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ പ്രതിഷേധങ്ങളെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ശേഖരിച്ചു. എന്നാൽ മാലിന്യങ്ങൾ കൂട്ടിയിടുകയല്ലാതെ കൊണ്ടുപോയില്ല. ഇതോടെ മിനി ബൈപ്പാസ് റോഡരികിലും മിൽമ കെട്ടിടത്തിന് സമീപത്തുമായി മാലിന്യ കൂമ്പാരമായി മാറി. പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചാൽ പിഴ ഉൾപ്പെടെ ചുമത്തുന്ന നഗരസഭയുടെ ആരോഗ്യ വിഭാഗം റോഡരികിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് നീക്കാൻ നടപടിയെടുക്കുന്നില്ല. കാൽനട യാത്രക്കാരും ബസ് യാത്രക്കാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡരികിലാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പടർത്താൻ അധികൃതർ തന്നെ കാരണക്കാരാകുന്നു. മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനങ്ങളില്ലാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. നിലമ്പൂർ നഗരസഭയ്ക്ക് മുതുകാട് 2 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും അവിടെ മാലിന്യ സംസ്കരണ കേന്ദ്രം യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ ഭരിച്ച ഒരു ഭരണസമിതിക്കുമായിട്ടില്ല. നിലവിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിലമ്പൂർ നഗരസഭ കോമ്പൗണ്ടിൽ തന്നെയാണ് വേർതിരിച്ചെടുത്ത് കയറ്റിവിടുന്നത്. അതേസമയം റോഡരികിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.